കുട്ടികളെയും കൈപിടിച്ച് നടത്താൻ വേണ്ടി സംസ്ഥ നേരിട്ട് നടത്തുന്ന സംവിധാനമാണ് നമ്മുടെ SNEC. ഏതായാലും ഇതിലേക്ക് വരാൻ കാണിച്ച ആ ഒരു തീരുമാനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു തീരുമാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. ഏതായാലും അതിൻ്റെ എൻട്രൻസ് എക്സാം മെയ് 1 നടക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള എക്സാമിനെ കുറിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിശദ വിവരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയും ഈ മേഖലയിലേക്ക് നിർബന്ധമായിട്ടും നാം ഓരോരുത്തരും നമ്മളുടെ ഒരു ഭാഗധേയത്വം ഇതിൽ ഉണ്ടാവണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ എൻട്രൻസ് എക്സാമിനെ സമീപിക്കുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നാഫിയായ ഉപകാരപ്രദമായ ഇൽമ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു പരിപാടി അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ SNEC ആദ്യ ബാച്ചിൽ പുറത്തിറങ്ങിയ ബഹുമാനപ്പെട്ട ആഷിഫ് സനായി പാണക്കാട് ഉസ്താദാണ്. അദ്ദേഹത്തെ ഈ സംഗമത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ ഈ ഒരു ഓറിയന്റേഷൻ ക്യാമ്പ് അതിൻ്റെ വിഷയാവതരണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷഫീർ റഹ്മാനി ഉസ്താദാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ സംഗമത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ബഹുമാനപ്പെട്ട സനൂഫ് സനായി ഉസ്താദ് അടക്കം ഇതിലേക്ക് വന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഷഫീർ റഹ്മാനി ഉസ്താദ്, സനായി അലുമിനി ഭാരവാഹികൾ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, SNECയുടെ അലുമിനി സംഘടിപ്പിക്കുന്ന SNEC 10ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്കുള്ള എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട ഓറിയന്റേഷൻ ക്യാമ്പിലാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് ഷുഹൈബ് ഉസ്താദ് നമ്മുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചു. കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഈ ഓറിയന്റേഷൻ ക്യാമ്പിൽ വിഷയാവതരണം നടത്തുന്നത് പ്രിയപ്പെട്ട ഷഫീർ റഹ്മാനി ഉസ്താദാണ്. ഉസ്താദിനെ വിഷയാവതരണത്തിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സനായിയ അലുമിനി ഭാരവാഹികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയായ സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ 2025-26 അധ്യയന വർഷത്തെ അക്കാദമിക് ഇയറിലെ നമ്മുടെ അഡ്മിഷൻ ക്യാമ്പയിൻ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അധ്യയന വർഷം ആദ്യമായി പരീക്ഷ നടന്നത് സ്കൂൾ 7ാം ക്ലാസ് പൂർത്തിയായ വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷയായിരുന്നു. അതിനു മുമ്പ് SNECയുടെ ലൈവ് സ്ട്രീമിലേക്കുള്ള ആദ്യഘട്ട പരീക്ഷയും കഴിഞ്ഞിരുന്നു. പ്രധാനമായും ഈ ഒരു സെഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് SNEET, സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് നമ്മുടെ പരീക്ഷയുടെ പേര്. ദേശീയ തലത്തിൽ എന്നതിനേക്കാൾ ഉപരി ലക്ഷദ്വീപിലും ആൻഡമാനിലും വിവിധ GCC രാജ്യങ്ങളിലും ഉൾപ്പെടെ നടക്കുന്ന പരീക്ഷയാണ് SNEET. അപ്പൊ നമുക്ക് നമ്മുടെ പരീക്ഷയെ ഇനി SNEET എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആദ്യമായി ഈ ഒരു പരീക്ഷയിൽ പങ്കെടുക്കുന്ന, ഈ SNEETൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുകയാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആണ് ഈ ഒരു മീറ്റിംഗ് എന്ന് വളരെ കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു.
ഏറ്റവും ആദ്യം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. നമ്മുടെ കൂട്ടത്തിൽ നേരത്തെ തന്നെ പരീക്ഷയ്ക്ക് അപേക്ഷിച്ച്, അതായത് അപേക്ഷാ നടപടികളൊക്കെ കൃത്യമായി പൂർത്തിയാക്കി ഇപ്പോൾ നിലവിൽ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ പേയ്മെന്റ് പൂർത്തിയാക്കാനോ അതല്ലെങ്കിൽ അപേക്ഷ പൂർത്തിയാക്കാനോ അറിയാനൊക്കെ വൈകിയത് മൂലം പരീക്ഷയുടെ അന്നേ ദിവസം തന്നെ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഇങ്ങനെ 2 കൂട്ടം ആളുകളാണ്, 2 കൂട്ടം വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുക. ആദ്യമായി അന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളോടുള്ള അവർക്കുള്ള നിർദ്ദേശങ്ങളാണ് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്. അന്ന് പരീക്ഷ നടക്കുന്ന 2025 മെയ് 1 നിർബന്ധമായും എല്ലാവരും ഒരു 8-8:30 കൂടെ തന്നെ, പരമാവധി പോയാൽ 9 മണിയോടെ തന്നെ തൊട്ടടുത്തുള്ള പരീക്ഷാ കേന്ദ്രത്തിൽ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വരുന്ന സമയത്ത് പരിപൂർണമായി ചാർജുള്ള, നല്ല ഇന്റർനെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ കയ്യിൽ കരുതുക. അതോടൊപ്പം ഒരു 500 രൂപ അപേക്ഷാ ഫീ നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. ആധാർ കാർഡ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ നിങ്ങൾക്ക് വല്ല ഒപ്പിടാനോ മറ്റോ ഉപയോഗിക്കാൻ വേണ്ടി ഒരു പേന, കറുപ്പ് നീല മഷികളിലുള്ള ഒരു പേന. ഇത്രയും കാര്യങ്ങളായിട്ടാണ്. ഒന്ന്, പരിപൂർണമായി ഇന്റർനെറ്റ് കണക്ഷനുള്ള ചാർജുള്ള ഒരു സ്മാർട്ട് ഫോൺ, അതുപോലെ പേന, ആധാർ കാർഡ്, അപേക്ഷാ ഫീ 500 രൂപ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് എന്തെങ്കിലും തരത്തിൽ ചൂടുകാലമൊക്കെയാണ്, വെള്ളം കുടിക്കണമെങ്കിൽ ഒരു സുതാര്യമായ, ഒരു ട്രാൻസ്പെറന്റ് ആയ വാട്ടർ ബോട്ടിലുള്ള വെള്ളം. ഇത്രയും കാര്യങ്ങളാണ് അന്ന് നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക്, ഇത്രയും കാര്യങ്ങളുമായാണ് നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോകേണ്ടത്. ഇത്തവണത്തെ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് 11 മണിക്ക് ആരംഭിക്കുന്ന പരീക്ഷ, അല്ലെങ്കിൽ 10:30 വിദ്യാർത്ഥികൾ ഹാളിലേക്ക് കയറുന്നതിന് നമ്മൾ 8 മണിക്ക് അല്ലെങ്കിൽ 8:30 അല്ലെങ്കിൽ 9 മണിയുടെ കൂടെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തണമെന്ന് പറയുന്നത്. നേരത്തെ തന്നെ വന്ന് സ്പോട്ട് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ യാതൊരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കൃത്യമായി 10:30 തന്നെ പരീക്ഷാ ഹാളിലേക്ക് കയറാം. അപ്പോൾ ആദ്യം ഈ സ്പോട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഞാൻ കൈമാറിയത്. അന്ന് കൊണ്ടുവരേണ്ടത് 500 രൂപ അപേക്ഷാ ഫീ, അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ, പേന, ആധാർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇതാണ് ഇതുമായാണ് നിങ്ങൾ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടത്. അതുപോലെ നേരത്തെ തന്നെ അപേക്ഷിച്ച് അപേക്ഷാ നടപടികളൊക്കെ പൂർത്തിയാക്കി ഹാൾ ടിക്കറ്റുമായി വരുന്ന ആളുകൾ, അവരുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ, അതുപോലെ ഹാൾ ടിക്കറ്റിന്റെ ഒരു കോപ്പി, ആധാർ കാർഡിന്റെ ഒരു കോപ്പി, ഒരു പെന്ന്. ഇത്രയും കാര്യങ്ങളാണ് അവർ പരീക്ഷാ ഹാളിലേക്ക് കൈവശം വെക്കേണ്ടത്. ഒന്നുകൂടി പറയുന്നു, ഹാൾ ടിക്കറ്റിന്റെ കോപ്പി, അതുപോലെ സ്മാർട്ട് ഫോൺ, ഒരു ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ കോപ്പി, ഒരു വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ്, ഒരു പെന്ന്. അതുപോലെ ഇത്രയും കാര്യങ്ങളുമായാണ് അവർ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തേണ്ടത്. ഞാൻ ഇതിന് തുടക്കത്തിൽ തന്നെ ഈ ഒരു വിഷയം വിട്ടുപോകരുത് എന്ന് കരുതിയാണ് ഞാൻ ആദ്യമേ ഈ ഒരു വിഷയം, ഈ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റു ഹാൾ ടിക്കറ്റ് നിലവിൽ കയ്യിലുള്ളവരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഞാൻ കൈമാറിയിട്ടുള്ളത്. നിങ്ങൾ ആരും ഏറ്റവും പ്രധാനമായി നിങ്ങളോട് ഓർമ്മിപ്പിക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ കഴിഞ്ഞ ഈ ഒരു തവണ സ്കൂൾ 7ാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള സ്നീറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഈ അധ്യയന വർഷം ആദ്യമായി നടന്നിട്ടുള്ള ലൈഫ് എൻട്രൻസ് എക്സാമുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം സ്നീറ്റിന്റെ ഒരു എക്സാം സ്ക്വാഡായി പ്രവർത്തിച്ച പരിചയമുണ്ട്. അപ്പോൾ ഈ ഒരു 3 പരിചയങ്ങൾ വെച്ച്, ഈ 2 വർഷത്തെ പരിചയം വെച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ പരീക്ഷ എന്നുള്ളത് ഒരിക്കലും, ഈ സ്നീറ്റ് ഒരിക്കലും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. ഇത്രയും ഈ ഒരു തവണകളിൽ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ഒരിക്കൽ പോലും ഒരു വിദ്യാർത്ഥി ടെൻഷൻ അടിച്ചോ അതല്ലെങ്കിൽ പ്രയാസപ്പെട്ടോ മുഖം കറുപ്പിച്ചോ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സ്കൂൾ 7ാം ക്ലാസ് കൂടി അവർ വളരെ സന്തോഷത്തോടെ നമ്മൾ ചോദിക്കുമ്പോഴൊക്കെ പരീക്ഷ വളരെ നന്നായിരുന്നു, എളുപ്പമായിരുന്നു എന്ന രീതിയിൽ മാത്രമാണ് നമ്മോട് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരും പരീക്ഷ വളരെ ടഫാണ്, പ്രയാസമാണ് എന്ന രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് നമ്മെ പരീക്ഷാ ദിവസം നമ്മൾ ഏറ്റവും റിലാക്സ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നേരത്തെ എത്തുക എന്നുള്ളത് തന്നെയാണ്. 10:30 മണിക്കാണ് നമ്മൾ പരീക്ഷ ആരംഭിക്കുന്നത്. അതായത് 11 മണിയോടെയാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുക. എന്നാൽ 10:30 തന്നെ നമ്മൾ ഹാളിലേക്ക് കയറിയിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ചുരുങ്ങിയത് നിലവിൽ ഹാൾ ടിക്കറ്റ് കയ്യിലുള്ളവർ ആണെങ്കിൽ 10 മണിയോടെയെങ്കിലും പരീക്ഷാ കേന്ദ്രത്തിലേക്ക് നിർബന്ധമായും എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്.
നേരത്തെ സ്പോട്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ കൈമാറി അവർ ഒരു 8-9 മണിയുടെ കൂടെ തന്നെ പരീക്ഷാ കേന്ദ്രത്തിലേക്ക് എത്തണം. ഹാൾ ടിക്കറ്റ് കയ്യിലുള്ളവരാണെങ്കിൽ തിരക്കാണല്ലോ ഹാളിലേക്ക് കയറേണ്ടത്. അതുകൊണ്ട് ആ നേരത്തേക്ക് എത്തിയാൽ മതി എന്ന് കരുതി ആരും ലേറ്റ് ആയിട്ട് വരരുത്. കാരണം പെട്ടെന്ന് നമ്മൾ ഓടിപ്പിടിച്ച് പ്രയാസപ്പെട്ട് നമ്മൾ വിയർത്തൊലിച്ച്, പ്രത്യേകിച്ച് ചൂടുകാലാണ്, വിയർത്തൊലിച്ച് ഓടിക്കിതച്ച് നമ്മൾ ഹാളിലേക്ക് എത്തി നമ്മൾ പരീക്ഷയ്ക്ക് ഇരുന്നാൽ ആ ഒരു കിതപ്പും നമ്മുടെ ടെൻഷനും മറ്റും ഒക്കെ പരീക്ഷയെയും ബാധിക്കും. അതുകൊണ്ട് ഒരു 10 മണിയോടെ തന്നെ, വളരെ കൃത്യമായി 10 മണിയോടെ കൂടെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. അങ്ങനെ നമ്മൾ പരീക്ഷാ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്നീറ്റ് പരിപൂർണമായും ഓൺലൈൻ മോഡിലായിരിക്കും. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഒരു പെന്ന് കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്നതിന് നിങ്ങൾക്ക് എത്ര പ്രയാസമുണ്ടോ അതിനേക്കാൾ എത്രയോ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ. കാരണം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങൾ, അതിന് 4 ഉത്തരങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ചോദ്യം ഉണ്ടാകും, അതിന് 4 ഉത്തരങ്ങൾ ഉണ്ടാകും. ആ ഉത്തരങ്ങളിൽ നിന്ന് ഏതാണോ ശരിയായ ഉത്തരമെങ്കിൽ ആ ഉത്തരം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ചെയ്യാനുള്ളത്. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചോ മറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതുകയോ ടൈപ്പ് ചെയ്യേണ്ടതോ അങ്ങനെ യാതൊരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാവില്ല. ശരി ഉത്തരം മാത്രം നിങ്ങൾ ഓക്കെ ചെയ്ത്, ശരി ഉത്തരം മാത്രം ക്ലിക്ക് ചെയ്ത് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യാതൊരു തരത്തിലുള്ള ഒരു ടെൻഷനും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു പേടിയും മറ്റും ഒന്നും ഉണ്ടാകരുത്. നിങ്ങളുടെ കയ്യിൽ ആ പ്രദേശത്ത് വെച്ച് നല്ലൊരു ഇന്റർനെറ്റ് കണക്ഷനുള്ള സ്മാർട്ട് ഫോൺ, അതുപോലെ പരിപൂർണമായ ചാർജുള്ള സ്മാർട്ട് ഫോൺ. കാരണം ചാർജ് എങ്ങാനും പെട്ടെന്ന് അവസാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ചാർജ് ചെയ്യാനോ മറ്റൊക്കെയുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറെ റീൽസും മറ്റൊക്കെ കണ്ട് നമ്മൾ ചാർജ് കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ നമ്മളെ ഡാറ്റ തീർക്കാറുണ്ട്. എന്നാൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട ദിവസം അതൊന്നും ചെയ്യാതെ ഒരു 100% ചാർജ് ആയിട്ട് തന്നെ നമ്മൾ എക്സാം കേന്ദ്രത്തിലേക്ക് എത്തുക, ഡാറ്റ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇൻഷാ അള്ളാഹ് നിങ്ങൾ 10 പേരെ നിരീക്ഷിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 10 പേർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ ഒരു ഇൻവിജിലേറ്റർ എന്ന രീതിയിൽ പരീക്ഷാ കേന്ദ്രത്തിൽ നമ്മുടെ ഇൻവിജിലേറ്റർമാർ തയ്യാറാണ്. അവർ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരും. നിങ്ങൾക്ക് പോർട്ടൽ ഓപ്പൺ ചെയ്യാനും നിങ്ങൾക്ക് എക്സാം ആരംഭിക്കാനും അതുമായി ബന്ധപ്പെട്ട മുഴുവൻ സൗകര്യങ്ങളും അവർ നിങ്ങൾക്ക് ചെയ്തു തരും. അപ്പോൾ ടെക്നിക്കൽ സൈഡ് നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ടയോ ആശങ്കപ്പെടേണ്ടയോ ഒരു സാഹചര്യം ഇല്ല എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, പരീക്ഷയുടെ ഒരു രീതിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വിവിധ ഉത്തരങ്ങൾ നൽകി ശരി ഉത്തരം മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലാണ് പരീക്ഷ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. 2 പേപ്പർ പരീക്ഷയാണ് നിങ്ങൾ ഒരാൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അതായത് നിലവിൽ നമ്മുടെ ഈ ഒരു മീറ്റിൽ ഉള്ളത് ശരിയ സ്ട്രീം, ഷീ സ്ട്രീം, അതുപോലെ ലൈഫ് സ്ട്രീം, ഇങ്ങനെ 3 സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച ആളുകളാണ് ഈ ഒരു മീറ്റിംഗിൽ ഉണ്ടാകുക എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഇൻഷാ അള്ളാഹ് പിന്നീട് കൈമാറാം. അപ്പോൾ ശരിയ സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ഷീ സ്ട്രീമിലേക്ക്, ലൈഫ് സ്ട്രീമിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾ, ആദ്യം നമുക്കുണ്ടാവുക ജനറൽ പേപ്പറാണ്. അതായത് 10:30 മണിക്ക് നിങ്ങൾ ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ 11 മണി വരെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള സമയമാണ്. നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള യൂസർ നെയിം, പാസ്വേഡ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അടിച്ചു തന്ന് വളരെ കൃത്യമായി നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാക്കി ഇരുത്തുന്ന സമയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ ഒരു അരമണിക്കൂർ നിങ്ങൾ കൃത്യമായി ഹാളിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്യാനുള്ള സമയം കൂടി അവിടെ ലഭിക്കും. അപ്പൊ അതുകൊണ്ട് കൃത്യം 10:30 തന്നെ എല്ലാവരെയും ഹാളിലേക്ക് കയറ്റുമ്പോൾ നിങ്ങളും അവിടെ ഉണ്ടാകണം. ഒരിക്കലും ലേറ്റായി വരരുത്. ഇനി ലേറ്റായി വന്നാലും എത്രയും പെട്ടെന്ന് വന്ന വിഷയം നമ്മളോട് പറയുക, പക്ഷെ ആരും ലേറ്റായി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10:30 തന്നെ നമുക്ക് പരീക്ഷാ ഹാളിലേക്ക് കയറണം. അപ്പൊ ഈ അരമണിക്കൂർ നിങ്ങൾക്കുള്ള ഒരു കൂൾ ഓഫ് ടൈം ആണ്. നിങ്ങളുടെ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ ഒരു സ്ഥലത്ത് ഇരുത്തി സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സമയമാണ്. 11 മണിക്ക് നിങ്ങൾക്കുള്ള ജനറൽ പേപ്പർ ആരംഭിക്കും. അതിനുശേഷം 11:30 സബ്ജക്ട് പേപ്പറും ആരംഭിക്കും. അപ്പൊ ശരിയ, ഷീ, ലൈഫ് സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് 11 മണിക്ക് ആരംഭിക്കുന്ന ജനറൽ പേപ്പർ 1 തന്നെയാണ്. അതായത് ഈ 3 സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച ആളുകൾക്കും ഒരൊറ്റ ജനറൽ പേപ്പറാണ് ഉണ്ടാവുക. അതിലുള്ള എല്ലാവർക്കുമുള്ള ചോദ്യങ്ങൾ ഒരേപോലെ ആയിരിക്കും. ഏറ്റവും പ്രധാനമായി ഈ ഒരു സമയത്ത് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ആ ജനറൽ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ സ്കൂൾ 10ാം ക്ലാസ്, അതായത് ഈ വർഷം നിങ്ങൾ SSLC പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും. SSLC 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിങ്ങൾക്ക് ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ, കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സ്ക്രീനിലൂടെ നൽകാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്ക്രീനിൽ ഈ ഒരു
ഞാൻ കാണിക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആദ്യമായി നമ്മുടെ ജനറൽ പേപ്പറുമായി ബന്ധപ്പെട്ട് സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങളാണ് 28% ചോദ്യങ്ങളും എന്ന് പ്രതീക്ഷിക്കുക. നമ്മൾ സമസ്ത മദ്രസ 7ാം ക്ലാസ്സിൽ നിങ്ങൾ പല ക്ലാസ്സുകൾ പഠിക്കുന്നവരായിരിക്കാം. ഒരു പക്ഷേ മദ്രസ +2 ക്ലാസ്സിലായിരിക്കാം, +1 10 8 9 ഏത് ക്ലാസ്സുകളായാൽ തന്നെയും നമ്മുടെ ഇതിലേക്കുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രീമുകളിലേക്ക് ശരിയ ഷീ ലൈഫ് സ്ട്രീമുകളിലേക്കുള്ള അടിസ്ഥാന യോഗ്യത സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങളാണ്. അപ്പോൾ 28% ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങളിൽ നിന്നാണ്. അത് ഇന്ന വിഷയങ്ങൾ എന്നില്ല, എല്ലാ വിഷയങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു ഏരിയ എന്നുള്ളത് SSLCയിലെ വിഷയങ്ങളാണ്. SSLCയിലെ മാത്തമാറ്റിക്സ്, സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളാണ് നമുക്ക് ജനറൽ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ഏരിയ. അതും 28% ചോദ്യങ്ങൾ ആ ഒരു SSLC പാഠഭാഗങ്ങളെ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു ഏജിൽ നമ്മൾ 10ാം ക്ലാസ് പൂർത്തിയായ വിദ്യാർത്ഥി എന്ന രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പൊതുവിജ്ഞാനം, അതുപോലെ കാലിക വിഷയങ്ങൾ, നമ്മൾ പത്രമാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെയുള്ള ചോദ്യങ്ങൾ, ജനറൽ നോളേജ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നൊക്കെ ഒരു 16% ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അതുപോലെ നമ്മുടെ ബുദ്ധി അളക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി അളക്കുന്ന ചോദ്യങ്ങൾ, റീസണിങ് അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ, അത് IQ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അതൊരു 16% ചോദ്യങ്ങൾ നമ്മൾ അതിൽ നിന്നും പ്രതീക്ഷിക്കണം. അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു 12% പ്രതീക്ഷിക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ജനറൽ പേപ്പർ വരിക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയ ഷീ ലൈഫ് സ്ട്രീമുകൾക്കുള്ള ജനറൽ പേപ്പർ ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു സമസ്ത മദ്രസ 7ാം ക്ലാസ്സിലെ വിഷയങ്ങൾ, സ്കൂൾ 10ാം ക്ലാസ്സിലെ വിഷയങ്ങൾ, പൊതുവിജ്ഞാനം, IQ, അതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൽ പ്രധാനമായും SNECയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ജനറൽ പേപ്പർ എല്ലാ വിദ്യാർത്ഥികൾക്കും 11 മണി മുതൽ 11:30 വരെ ജനറൽ പേപ്പർ പരീക്ഷയായിരിക്കും നടക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്ത് നമുക്ക് പരീക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് സബ്ജക്ട് പേപ്പർ പരീക്ഷയാണ് നമുക്ക് തുടങ്ങുക. സബ്ജക്ട് പേപ്പർ പരീക്ഷയിൽ വ്യത്യാസമുണ്ട്. ശരിയ ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപരമായ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും സബ്ജക്ട് പേപ്പറിൽ പ്രതീക്ഷിക്കേണ്ടത്. വിദ്യാർത്ഥികൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കുക. ശരിയ ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം മതപരമായ വിഷയങ്ങളാണ് 100% സബ്ജക്ട് പേപ്പറിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വിദ്യാർത്ഥികൾ നിലവിൽ അവരുടെ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മതപരമായ വിഷയങ്ങൾ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് പ്രധാനമായുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പൊതുവായിട്ടുള്ള ഇസ്ലാമികമായി നാം അറിഞ്ഞിരിക്കേണ്ട മതപരമായ വിഷയങ്ങളാണ് ഈ ഒരു സബ്ജക്ട് പേപ്പർ ഉണ്ടായിരിക്കുക. 100% ചോദ്യങ്ങളും ആ രീതിയിൽ തന്നെ മതപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് വരിക. എന്നാൽ ലൈഫ് സ്ട്രീമിലേക്ക് അപേക്ഷിച്ച ആളുകളുടെ സബ്ജക്ട് പേപ്പർ അവർക്ക് 10ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് 100% പ്രതീക്ഷിക്കേണ്ടത്. അപ്പോ ശരിയ ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള ജനറൽ പേപ്പറും ലൈഫ് സ്ട്രീമിൽ അപേക്ഷിച്ചവർക്കുള്ള ജനറൽ പേപ്പറും ഒന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ലൈഫ് സ്ട്രീമിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള സബ്ജക്ട് പേപ്പർ വ്യത്യസ്തമായിരിക്കും. ശരിയ ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള സബ്ജക്ട് പേപ്പറും വ്യത്യസ്തമായിരിക്കും. അപ്പൊ ശരിയ ഷീ സ്ട്രീമുകൾക്ക് മതപരമായ വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. എന്നാൽ ലൈഫ് സ്ട്രീമിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 10ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ ഇതിന്റെ ഒരു സമയം എന്ന് പറഞ്ഞാൽ 11 മണി മുതൽ 11 വരെയുള്ള സമയം ശരിയ ഷീ ലൈഫ് സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കുള്ള ജനറൽ പേപ്പർ പരീക്ഷ നടക്കും. 11:30 മുതൽ 12 മണി വരെ ശരിയ ഷീ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കുള്ള സബ്ജക്ട് പേപ്പർ നടക്കും. അപ്പോൾ സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും. അതുപോലെ അതേ സമയത്ത് തന്നെ 11:30 മുതൽ 12 മണി വരെ ലൈഫ് സ്ട്രീമിലേക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്കുള്ള സബ്ജക്ട് പേപ്പർ പരീക്ഷയും നടക്കും. അപ്പൊ സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാകും, ഒരാൾ ശരിയ സ്ട്രീമിലേക്കും ലൈഫ് സ്ട്രീമിലേക്കും അപേക്ഷിച്ചാൽ എന്ത് ചെയ്യണമെന്ന് ഒരു ചോദ്യം ഉണ്ടാകും. അവർക്കുള്ള ഷെഡ്യൂൾ നമ്മൾ പറയാം. 11 മണി മുതൽ 11:30 വരെ അവരുടെ ജനറൽ പേപ്പർ പരീക്ഷ നടക്കും. 11:30 മുതൽ 12 മണി വരെ ശരിയ അല്ലെങ്കിൽ ഷീ സ്ട്രീമുകളുടെ സബ്ജക്ട് പേപ്പർ നടക്കും. 12 മണി മുതൽ 12:30 വരെയാണ് ലൈഫ് സ്ട്രീമിലേക്കുള്ള സബ്ജക്ട് പേപ്പർ പരീക്ഷ നടക്കുക. അതായത് ഒരാൾ ലൈഫ് സ്ട്രീമിലേക്ക് മാത്രം അപേക്ഷിച്ച
വിദ്യാർത്ഥിയാണെങ്കിൽ അവന്റെ പരീക്ഷ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പരീക്ഷ 12 മണിക്ക് അവസാനിക്കും. എന്നാൽ ശരിയ, ഷീ അതോടൊപ്പം ലൈവ് സ്ട്രീമിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരാൾ തന്നെ 2 സ്ട്രീമുകളിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പരീക്ഷ 12:30 കൂടെയാണ് അവസാനിക്കുക. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ 2 പേപ്പർ പരീക്ഷയാണ്, ഒന്ന് ജനറൽ പേപ്പറും ഒന്ന് സബ്ജക്ട് പേപ്പറും. ജനറൽ പേപ്പർ പരീക്ഷ 11 മണി മുതൽ 11:30 വരെയും ഒരൊറ്റ സ്ട്രീമിലേക്ക് മാത്രമാണ് അവർ അപേക്ഷിച്ചിട്ടുള്ളതെങ്കിൽ 11:30 മുതൽ 12 മണി വരെ സബ്ജക്ട് പേപ്പർ പരീക്ഷ നടക്കും. എന്നാൽ 2 സ്ട്രീമുകളിലേക്കും ശരിയയിലേക്കും ലൈഫിലേക്കും അല്ലെങ്കിൽ ഷീയിലേക്കും ലൈഫിലേക്കും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 12:30 വരെ, അതായത് 12 മണി മുതൽ 12:30 വരെ ആയിരിക്കും അവരുടെ സബ്ജക്ട് പേപ്പർ, ലൈഫ് സ്ട്രീമിന്റെ സബ്ജക്ട് പേപ്പർ പരീക്ഷ നടക്കുക. ഈ രീതിയിലാണ് പരീക്ഷ ഉണ്ടാവുക. ജനറൽ പേപ്പറിലും സബ്ജക്ട് പേപ്പറിലും 25 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാവുക, 50 മാർക്ക് വീതം. മൊത്തം നമ്മുടെ പരീക്ഷ പൂർത്തിയാകുമ്പോൾ 100 മാർക്കായിരിക്കും നമുക്ക് ആകെ ലഭിക്കുക. ഒരു സ്ട്രീമിലേക്കുള്ള 2 പേപ്പറുകളുടെയും ആകെ മാർക്ക് 100 മാർക്കായിരിക്കും. നമ്മൾ ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ തെറ്റിച്ചാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും എന്നൊരു ചോദ്യം ഉണ്ടാകും. എന്നാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, നെഗറ്റീവ് മാർക്ക് നമുക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇത്തരം വിഷയങ്ങളാണ് നമുക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയിച്ചു തരാനുള്ളത്. ഏറ്റവും പ്രധാനമായി മറ്റൊരു വിഷയം നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മൾ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. അപ്പൊ നെഗറ്റീവ് മാർക്ക് ഇല്ല, നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ശരിയുത്തരം ഏതാണെന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്കത് കൃത്യമായി അറ്റൻഡ് ചെയ്ത് പോകാം. ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് ശരിയാണോ തെറ്റാണോ എന്നൊരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ അത് റിവ്യൂ ഓപ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാനുണ്ടാകും. അത് കൃത്യമായി ഇൻവിജിലേറ്റർമാർ നിങ്ങൾക്ക് അത് പറഞ്ഞു തരും. ഇനി റിവ്യൂ ഓപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് പരീക്ഷ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായി അതിൽ ശരി ഉത്തരം ഒന്ന് ഓർത്തിരുന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ അറ്റൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഒരു പരീക്ഷയ്ക്ക് അരമണിക്കൂർ വീതമാണ് സമയം അനുവദിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു. എങ്കിലും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 10, 15, 20 മിനിറ്റ് ഒക്കെ കൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും എക്സ്പീരിയൻസ്. ഒരിക്കലും അരമണിക്കൂറിൽ കൂടുതൽ സമയമൊന്നും നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ എടുക്കേണ്ടി വരില്ല. കാരണം നമുക്ക് 25 ചോദ്യങ്ങൾ, ഒരു ചോദ്യം 1 മിനിറ്റ് ഉപയോഗപ്പെടുത്തിയാൽ തന്നെയും നമുക്ക് പിന്നെയും 5 മിനിറ്റോടെ ബാക്കിയാണ്. അപ്പോ ആ രീതിയിൽ പരീക്ഷയ്ക്ക് ധാരാളം സമയമുണ്ട് എന്നാണ് മനസ്സിലാക്കുക. പിന്നെ ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്നതായിരിക്കില്ല വരിക. നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ നൽകിയത് പ്രകാരമുള്ള ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കാണ് നിങ്ങൾ പോവുക. അപ്പോൾ കൃത്യമായിട്ട് SNEC നിശ്ചയിച്ചിട്ടുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് ഉണ്ടാകും. ആ കട്ട് ഓഫ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ എല്ലാവരും അലോട്ട്മെന്റ് പ്രോസസ്സിൽ വരികയും ചെയ്യും. അത് വലിയ ഒരു കട്ട് ഓഫ് മാർക്ക് അല്ല, ചെറിയൊരു കട്ട് ഓഫ് മാർക്ക് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നന്നായി പരീക്ഷ എഴുതുന്ന, നല്ല ആത്മാർത്ഥമായി പരീക്ഷയെ സമീപിച്ച എല്ലാ വിദ്യാർത്ഥികളും അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആശങ്കയും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആരോ ചോദിക്കുന്നുണ്ട്, ഒരു പാസ് മാർക്കിന്റെ വിഷയം ചോദിക്കുന്നുണ്ട്. പാസ് മാർക്ക് എന്നുള്ളത് SNEC നിശ്ചയിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്കാണ്. അത് നമുക്ക് അതൊരു കോൺഫിഡൻഷ്യലായ ഇൻഫർമേഷൻ ആണ്, നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂല, ഷെയർ ചെയ്യാൻ കഴിയില്ല. എങ്കിലും സ്വാഭാവികമായി ഒരു പരീക്ഷയെ വളരെ മനോഹരമായി അതല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടെ സമീപിച്ച ഒരു വിദ്യാർത്ഥി എന്തായാലും കട്ട് ഓഫ് മാർക്കിന്റെ പുറത്തേക്ക്, അതിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാകും. അവരെന്തായാലും അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും. അത് തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും ആരും പ്രയാസപ്പെടുകയോ അതല്ലെങ്കിൽ സംശയിക്കുകയോ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇനി നമ്മൾ ഏകദേശം പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചവർക്ക് പേഴ്സണൽ ആയിട്ട് തന്നെ ഒരു ഡെമോ എക്സാം ചെയ്യാനുള്ള ഒരു ലിങ്കും അതോടൊപ്പം തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഡെമോ വീഡിയോ അതല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും റെഫർ ചെയ്യാവുന്നതാണ്. അതിനെ മാത്രം നമ്മൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്ര ടെൻഷൻ അടിക്കേണ്ട ഒരു വിഷയമൊന്നുമല്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതിലും 4 ഉത്തരങ്ങളും നൽകുന്നുണ്ടാകും. ആർക്കും എളുപ്പത്തിൽ പരീക്ഷ അറ്റൻഡ് ചെയ്ത് വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. മറ്റൊരു വിഷയം, അന്ന് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അത് ആ നിർദ്ദേശങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നു. ഒന്ന്, SNEET സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ എൻട്രൻസ് ടെസ്റ്റ് പരിപൂർണമായും ഓൺലൈൻ മോഡിലായിരിക്കണം. വിദ്യാർത്ഥികളുടെ വശം സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല ചാർജുള്ള ഇന്റർനെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കണം. അതുപോലെ സ്മാർട്ട് ഫോൺ പരിപൂർണമായി ചാർജ് ചെയ്തതും ഡാറ്റ കണക്ഷൻ ഉള്ളതുമായിരിക്കണം. പരീക്ഷാ ഹാളിലേക്ക് സ്മാർട്ട് വാച്ച് അതുപോലെ ഇയർപോഡ് അങ്ങനെയുള്ള ഒരു ഡിജിറ്റൽ ഉപകരണം നമ്മൾ പ്രവേശിപ്പിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന സ്മാർട്ട് ഡിവൈസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. സ്മാർട്ട് ഫോൺ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ലാപ്ടോപ്പ് ആണ് കൂടുതൽ കംഫർട്ടബിൾ എങ്കിൽ ലാപ്ടോപ്പ് എടുക്കാം, ടാബ് ആണെങ്കിൽ ടാബ് എടുക്കാം, ഐപാഡ് ആണെങ്കിൽ ഐപാഡ് എടുക്കാം. ഏത്
നിങ്ങൾ ഏത് സ്മാർട്ട് ഡിവൈസ് എടുത്താലും അത് കൃത്യമായി ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നമുക്ക് ഉറപ്പ് നൽകാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഏത് സ്മാർട്ട് ഡിവൈസ് എടുക്കാം, എന്നാൽ അഡീഷണൽ ഇയർപോഡ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് തുടങ്ങിയിട്ടുള്ള ഒന്നും നിങ്ങൾ കൈവശം സൂക്ഷിക്കാൻ പാടില്ല. അതുപോലെ വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഹാൾ ടിക്കറ്റിനോടൊപ്പം നിങ്ങൾ ഒരു ആധാർ കാർഡ് കൂടി നിങ്ങൾ കയ്യിൽ കരുതുക എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അതുപോലെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഇൻവിജിലേറ്റർമാർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി നിങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമുള്ളത്. വിദ്യാർത്ഥികളുടെ വശം നീല അല്ലെങ്കിൽ കറുപ്പ് നിറങ്ങളിലുള്ള പേന കയ്യിൽ കരുതുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശമായി നമുക്ക് പറയാനുള്ളത്. അതുപോലെ 10:30 വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുകയും 10:30 മുതൽ 11 മണി വരെയുള്ള കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അതുപോലെ ഹാളിൽ പരിപൂർണ അച്ചടക്കം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വളരെ കോമൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ആ നിർദ്ദേശങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ വളരെ കൃത്യമായി പാലിക്കുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒരു സ്ട്രീമിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും. നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഒരുപാട് വിദ്യാർത്ഥികൾ ചെറിയൊരു സംശയ നിവാരണത്തിനുള്ള സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകാം. ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഇൻകോൾ മെസ്സേജസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രീമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടെ പറയുന്നില്ല. എല്ലാവർക്കും സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിനെ കുറിച്ചും SNEC കുറിച്ചും സമസ്തയെ കുറിച്ചും ഒക്കെ വളരെ കൃത്യമായ അറിവുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങൾ എല്ലാവരും. അപ്പോ നിങ്ങൾ എല്ലാവരും ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയവരാണെന്ന് മനസ്സിലാക്കുന്നു. സമസ്ത SNEC വലിയ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ കൂടുതലായി ആമുഖമായി ഒന്നും കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോ ചില വിദ്യാർത്ഥികളൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ആ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഉത്തരം പറയുന്നുള്ളൂ. ഇടയ്ക്ക് 500 രൂപ അടച്ചവർ ഇനി കൊണ്ടുവരണോ എന്ന് ചോദിക്കുന്നുണ്ട്. കൊണ്ടുവരേണ്ടതില്ല. അവർക്ക് 500 രൂപ അടച്ചവർക്ക് ഹാൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. ഹാൾ ടിക്കറ്റ് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി. വർക്കൗട്ട് ചെയ്യാൻ പേപ്പർ എടുക്കാൻ പറ്റുമോ? വർക്കൗട്ട് ചെയ്യാൻ ആവശ്യമായ പേപ്പറുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് ഇൻഷാ അല്ലാഹ് ഇൻവിജിലേറ്റർമാർ അത് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് അവരുടെ പക്കൽ നിന്ന് ആവശ്യമായ പേപ്പറുകൾ വാങ്ങാൻ കഴിയും. പെന്ന് നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ എക്സാമിന് വരുമ്പോൾ കൊണ്ടുവരേണ്ട ഡീറ്റെയിൽസ് ഒരു പ്രാവശ്യം കൂടി പറയുമോ? അത് എക്സാമിന് വരുമ്പോൾ ഓൾറെഡി അപ്ലൈ ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ അവർ ഹാൾ ടിക്കറ്റ്, ആധാർ കാർഡ്, അതുപോലെ ഒരു സ്മാർട്ട് ഫോൺ, വെള്ളം, ഒരു വാട്ടർ ബോട്ടിൽ, ഒരു കറുപ്പോ അല്ലെങ്കിൽ നീലോ മഷിയിലുള്ള ഒരു പെന്ന്, ഇതാണ് കൊണ്ടുവരേണ്ടത്. ഹാൾ ടിക്കറ്റ് ഏതിൽ നിന്നാണ് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് SNEC എന്ന് നിങ്ങൾ ഓൺലൈനായി സെർച്ച് ചെയ്ത് SNEC ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറി അഡ്മിഷൻ എന്ന പോർട്ടലിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൃത്യമായി നിങ്ങൾ അപ്ലൈ ചെയ്ത സ്ട്രീമിന്റെ നേരെ ഹാൾ ടിക്കറ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവയായി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. SNEC ക്യാമ്പസിന്റെ ഒരു ഷോർട്ട് വീഡിയോ അയക്കോ? നമ്മൾ SNECയുടെ ഡോക്യുമെന്ററി യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പുതിയ ഡോക്യുമെന്ററി കൂടി വരുന്നതാണ്. SNECയുടെ സ്ഥാപനങ്ങളുടെ ഫോട്ടോസ് ഒക്കെ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മുടെ കോളേജസ് എന്ന ഓപ്ഷനിൽ ഓരോ സ്ട്രീമുകളിലും കൃത്യമായി ഫോട്ടോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അതുപോലെ ടോപ്പ് പ്ലസ് കിട്ടിയവർ ടോപ്പ് പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും. ഡെമോ ക്വസ്റ്റ്യൻസിലെ ആൻസർ റോങ് ആണല്ലോ. അത് നമ്മൾ ഡെമോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷമാണ് നമ്മൾ നൽകിയിട്ടുള്ളത്. കൃത്യമായിട്ട് അതിൽ നിങ്ങൾക്ക് നോക്കി ഉത്തരങ്ങളൊക്കെ നൽകാവുന്നതാണ്. അതുപോലെ 100 മാർക്കിൽ എത്ര മാർക്ക് വേണം? മാർക്കല്ല, നമ്മുടെ കട്ട് ഓഫ് മാർക്കാണ്. അത് SNEC നിശ്ചയിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് വരുന്നത്. എക്സാം പാസ്സായാൽ പിന്നെ ഇന്റർവ്യൂ ഉണ്ടാകുമോ? നമ്മൾ SNECയുടെ ശരിയ സ്ട്രീമുകളിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ എക്സാം പാസ്സായാൽ തന്നെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടും. അതുപോലെ ലൈവ് സ്ട്രീമിലേക്ക് അപേക്ഷിച്ചവർക്ക് ഒരു നേരിട്ടുള്ള ഒരു അഭിമുഖത്തിനുള്ള അവസരം കൂടി ഉണ്ടാകും. SNEC എക്സാമിന് ശരിയ സ്ട്രീമുകളിലേക്ക് അപേക്ഷിച്ചവർക്കുള്ള എക്സാം അവർ പൂർത്തിയാക്കിയാൽ തന്നെ അവർക്കുള്ള ഈ റിട്ടേൺ എക്സാം തന്നെ പൂർത്തിയായാൽ തന്നെ അവർ അലോട്ട്മെന്റ് പ്രോസസ്സിലേക്ക് വരും എന്നുള്ളതാണ്. അവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കില്ല. അതുപോലെ മറ്റൊരു ചോദ്യമാണ്, അപ്ലിക്കേഷൻ ചെയ്ത സ്മാർട്ട് ഫോൺ തന്നെ വേണോ എന്നൊരു ചോദ്യമുണ്ട്.
അപേക്ഷിച്ച ഫോൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഏത് സ്മാർട്ട് ഫോൺ കൊടുത്താലും മതി. നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏത് സ്മാർട്ട് ഫോണും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്ന, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണും ഏതും നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓൺലൈൻ പേയ്മെന്റ് ചെയ്തവർ പിന്നെ ക്യാഷ് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. പരീക്ഷാ സെന്ററിൽ വൈഫൈ കണക്ഷൻ ഉണ്ടാവൽ അഭികാമ്യമായി തോന്നുന്നു. ഓക്കെ, നമ്മുടെ പരീക്ഷാ സെന്ററുകൾ പലതും സ്കൂളുകളും മറ്റ് സ്ഥാപനങ്ങളും ഒക്കെയാണ്. എങ്കിലും പരമാവധി സെന്ററുകളിലൊക്കെ വൈഫൈ കണക്ഷനുകൾ ഉണ്ടാകും. എങ്കിലും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഡിവൈസിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉറപ്പായും ഉണ്ടാകുക എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക. ഒരുപാട് ആളുകൾ വൈഫൈ ആശ്രയിക്കുന്ന സമയത്ത് വളരെ സ്ലോ ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്ന സ്മാർട്ട് ഡിവൈസിൽ നല്ല ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും ഉറപ്പുവരുത്തുക. ഓക്കെ, അങ്ങനെ മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്കോളർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ലൈവ് സ്ട്രീമിലേക്ക് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടാവും. അതുമായി നിങ്ങൾ അഡ്മിഷൻ ലഭിച്ചതിന് ശേഷം സ്ഥാപനവുമായി ബന്ധപ്പെട്ടാൽ സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. സ്മാർട്ട് ഫോണിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അതെ, സ്മാർട്ട് ഫോണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അതായത് നിങ്ങൾക്കൊരു എക്സാമിന് പ്രത്യേകം ഒരു പോർട്ടൽ ഉണ്ടാകും. ആ പോർട്ടലിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഡിവൈസിൽ തന്നെ നിങ്ങൾക്ക് ആ പോർട്ടൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവിജിലേറ്റർമാർ കൃത്യമായി അത് കാര്യങ്ങളൊക്കെ തയ്യാർ ചെയ്തു തരും. ആ സ്മാർട്ട് ഡിവൈസിൽ തന്നെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിയും. SSLC റിസൾട്ട് വന്നിട്ട് മതിയോ സീറ്റ് ബുക്ക് ചെയ്യൽ? ഇത് SNEC-യുടെ ആദ്യഘട്ട പരീക്ഷയാണ് നടക്കുന്നത്. നമ്മൾ പ്രധാനമായും ഈ പരമാവധി പെട്ടെന്ന് തന്നെ സീറ്റ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ഉൾപ്പെട്ടാൽ ഉടനെ തന്നെ നമ്മൾ സീറ്റ് റിസർവ് ചെയ്യുക, നമ്മൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിക്കാബ് ഇടണോ എന്ന് ചോദിക്കുന്നുണ്ട്. പറ്റുന്ന വിദ്യാർത്ഥികളൊക്കെ പരമാവധി ഇസ്ലാമിക വേഷവിധാനങ്ങൾ പാലിക്കാൻ കൃത്യമായി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ മാത്രമായിരിക്കില്ല പരീക്ഷാ കേന്ദ്രത്തിലേക്ക് വരുന്നത്. ഇപ്പൊ പെൺകുട്ടികളുടെ സെന്ററിൽ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാകുള്ളൂ, ആൺകുട്ടികളുടെ സെന്ററിൽ ആൺകുട്ടികൾ മാത്രമേ ഉണ്ടാകൂ. എങ്കിലും കൂടെ വരുന്ന രക്ഷിതാക്കളും അന്യപുരുഷന്മാരും പുറത്തുള്ള നമ്മുടെ പ്രവർത്തകരായ ആളുകൾ, നിങ്ങൾക്ക് വേണ്ട വെള്ളവും മറ്റൊക്കെ തയ്യാർ ചെയ്യാനൊക്കെ പുറത്തുനിന്ന് അന്യപുരുഷന്മാർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പരമാവധി ഇസ്ലാമിക വേഷവിധാനങ്ങളിൽ വരിക. ആൺകുട്ടികളൊക്കെ പരമാവധി തൊപ്പിയൊക്കെ ധരിക്കാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡ്രസ്സിങ് കൃത്യമായി ഡ്രസ്സിങ് ഇല്ല, എല്ലാവരും ഡ്രസ്സിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. പരമാവധി ഇസ്ലാമിക വേഷവിധാനത്തിൽ തന്നെ വരാൻ ശ്രമിക്കുക. അന്യപുരുഷന്മാരുള്ള സ്ഥലങ്ങളാണല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ പരമാവധി വേഷവിധാനത്തിൽ തന്നെ വരാൻ ശ്രദ്ധിക്കുക. എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പേപ്പർ സെലക്ട് ചെയ്ത് നോക്കിയിട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, അതിനൊക്കെ അവസരങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് അതിൽ റഫ് പേപ്പറോ വർക്കൗട്ട് ചെയ്യാൻ പേപ്പറോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഇൻവിജിലേറ്റർമാർ അത് നിങ്ങൾക്ക് നൽകും. എങ്കിലും അരമണിക്കൂറാണ് നമ്മുടെ പരീക്ഷ. കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്ത് സമയം കളയാതെ സംശയങ്ങളുള്ള ചോദ്യങ്ങൾ റിവ്യൂ ഓപ്ഷനിൽ കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ അറ്റൻഡ് ചെയ്യാം, പരീക്ഷ തുടരാം. എന്തെങ്കിലും സംശയങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പൊ പരമാവധി ആദ്യം ചോദ്യങ്ങൾ എത്രയും പെട്ടെന്ന് ശരി ഉത്തരങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് റിവ്യൂ ചെയ്ത ചോദ്യങ്ങളൊക്കെ അവസാനം നോക്കി അത് വർക്കൗട്ട് ചെയ്ത് പരീക്ഷ സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ടിന് വേണ്ടി ഇരുന്നാൽ ഒരു പക്ഷേ നമുക്ക് സമയം തികയാതെ വരും എന്നുള്ളതാണ്. ഹാൾ ടിക്കറ്റിന്റെ കോപ്പി വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹാൾ ടിക്കറ്റിന്റെ കോപ്പി കൈവശം ഉണ്ടാകണം. ഹാൾ ടിക്കറ്റ്, അതുപോലെ സ്മാർട്ട് ഡിവൈസ്, പെന്ന്, അതുപോലെ വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ വാട്ടർ ബോട്ടിൽ. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ SNEC അപ്ഡേറ്റ്സ് ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ ടൈമാണെന്ന് ചോദിക്കുന്നുണ്ട്. മൊത്തം 25 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് അരമണിക്കൂർ സമയമാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യത്തിന് നമുക്ക് 1 മിനിറ്റ് ഉപയോഗിച്ചാലും പിന്നെ 5 മിനിറ്റ് സമയം ബാക്കിയാണ്. അതായത് ഒരു ചോദ്യം വായിച്ചു നോക്കുന്നു, ശരി ഉത്തരം ടിക്ക് ചെയ്യുന്നു, ഇത്ര മാത്രമേ വേണ്ടൂ. അപ്പൊ നമുക്ക് 1 മിനിറ്റിന്റെ 10-1 അല്ലെങ്കിൽ ഒരു അത്ര ചുരുങ്ങിയ സമയം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അരമണിക്കൂറൊക്കെ ധാരാളമായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അരമണിക്കൂർ ധാരാളമായിരിക്കും. അബ്രോഡുള്ളവർക്കും സ്പോട്ട് അപ്ലിക്കേഷൻ സൗകര്യമുണ്ട്. തൊട്ടടുത്തുള്ള നിങ്ങൾക്കുള്ള GCC-യിലെ വിവിധ എക്സാം സെന്ററുകളൊക്കെ SNEC പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സെന്ററിലേക്ക് നിങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തിയാൽ ആ സെന്ററുമായി കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും അതോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് എക്സാം സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്പോട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ കഴിയും. മാത്സ് ക്വസ്റ്റ്യൻസ് എത്രയുണ്ടാകും എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എല്ലാ വിഷയങ്ങളിൽ നിന്നും, അതായത് നമ്മൾ അതിന്റെ ഒരു റേഷ്യോ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞു. എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കണം.
അപ്പോൾ മൊത്തം പാഠഭാഗങ്ങൾ ഒരു തവണ ഒന്ന് ഇരുന്ന് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നിങ്ങളോട് പറയാനുള്ളത്. എക്സാം രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ഗൂഗിൾ ഫോം വഴിയല്ല ചെയ്യുന്നത്. നമ്മൾ എക്സാം രജിസ്ട്രേഷൻ നമ്മൾ SNECയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അഡ്മിഷൻ പോർട്ടൽ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നിലവിൽ നമ്മൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയ് 1 പരീക്ഷാ സെന്ററിലേക്ക് വളരെ കൃത്യമായി നേരത്തെ തന്നെ നിങ്ങൾ എത്തിച്ചേരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്. റിസൾട്ടിന്റെ തീയതി എന്നാണ് റിസൾട്ട് വരിക എന്നുള്ള തീയതി നിങ്ങൾക്ക് പരീക്ഷാ സെന്ററിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രയൽ അലോട്ട്മെന്റ് ആണ് പ്രസിദ്ധീകരിക്കുക. ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ് ആ രീതിയിലാണ് വരിക. അപ്പൊ ട്രയൽ അലോട്ട്മെന്റും ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും ഒക്കെ എന്നാണ് വരിക എന്നുള്ളത് കൃത്യമായി പരീക്ഷാ കേന്ദ്രത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി സബ്ജക്ട് ചേഞ്ച് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സബ്ജക്ട് അതായത് അങ്ങനെ ചേഞ്ച് ആക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ശരിയിലേക്കും ഷീയിലേക്കുമുള്ള സബ്ജക്ട് പേപ്പർ ഒന്ന് തന്നെയാണ്. ലൈഫിലേക്കുള്ള സബ്ജക്ട് പേപ്പറാണ് വ്യത്യാസം ഉണ്ടാവുക. ഇനി നിങ്ങൾ ആ ഒരു സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. അതെ, ക്വസ്റ്റ്യൻസ് എല്ലാം MCQ ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്രേസ് വാലിക്ക് ദൂരം കൂടുതലാണ്, അപ്പോൾ മഞ്ചേരിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ SNEC സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളൊന്ന് അറിയിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ശരിയയിൽ കൊമേഴ്സ് അവൈലബിൾ ആണ്. അതെ, ശരിയ സ്ട്രീമിൽ നമ്മുടെ സ്ട്രീമുകൾ ഷീ സ്ട്രീമുകളിൽ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് ഓപ്ഷൻ ഉള്ളത് നിലവിൽ. അപ്പോൾ നമുക്ക് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇനി സ്പോട്ട് രജിസ്ട്രേഷൻ ആണോ മറ്റോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഹ്യൂമാനിറ്റീസിലെ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. കൊമേഴ്സ് സെലക്ട് ചെയ്യേണ്ടവർക്ക് അതും ചെയ്യാനുള്ള സമയം ഉണ്ടാകും. അത് SSLC ടെക്സ്റ്റ് ബുക്ക് ബേസ് ആയി തന്നെയാണ് ഉണ്ടാവുക. എക്സാമിൽ പാസ്സായാൽ പിന്നെ ഇന്റർവ്യൂ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. ഷീ സ്ട്രീമുകളിലേക്ക് ഇന്റർവ്യൂ ഉണ്ടാകില്ല. നമ്മൾ എന്തായാലും ലൈവ് സ്ട്രീമിൽ നമ്മൾ സ്ഥാപനമൊക്കെ കണ്ട് സൗകര്യങ്ങളൊക്കെ വിലയിരുത്തി അവിടുത്തെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിക്കുന്ന തരത്തിൽ ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ടാകും. ഒരു ഡെമോ എക്സാം കൂടി നടത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. നിലവിലുള്ള ഡെമോ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ SNEC അപ്ഡേറ്റ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡെമോ എക്സാം അറ്റൻഡ് ചെയ്താൽ തന്നെ പരീക്ഷയുടെ ഏകദേശ രൂപം ലഭിക്കും. പിന്നെ നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പഠിച്ച വിഷയങ്ങൾ തന്നെയാണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോ ഇനി മറ്റൊരു ഡെമോ എക്സാമിന്റെ ആവശ്യം ഉണ്ടാകില്ല. SNECയുടെ ഷീ സ്ട്രീമിൽ ഹ്യൂമാനിറ്റീസ് ഉണ്ടോ? അതെ, ഹ്യൂമാനിറ്റീസ് ഉണ്ട്. ഹ്യൂമാനിറ്റീസും കൊമേഴ്സ് ആണുള്ളത്. ഷീയില് ഹ്യൂമാനിറ്റീസ് ഉണ്ട്, കൊമേഴ്സ് ഉണ്ട്. SNECയുടെ ശരിയ ഷീ സ്ട്രീമുകളിൽ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഉണ്ട്. ലൈഫ് സ്ട്രീമിൽ +2 ബയോളജി സയൻസും നീറ്റ് കോച്ചിങ്ങും ആയിരിക്കും ഉണ്ടാവുക. സ്ഥാപനങ്ങൾ മാറ്റാൻ ഓപ്ഷൻ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്ഥാപനങ്ങൾ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് വരുന്ന സമയത്ത് ട്രയൽ അലോട്ട്മെന്റിൽ റിസൾട്ട് അനുസരിച്ച് സ്ഥാപനങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഹോൾ ടിക്കറ്റും ആധാറും ഫോണിൽ കോപ്പി കാണിച്ചാൽ മതിയാകുമോ? നമുക്ക് സമയമുണ്ടല്ലോ, നമ്മൾ എന്തായാലും ഇന്ന് 29 ആയിട്ടുള്ള 30-ാം തീയതി നാളത്തെ ഒരു സമയം നമുക്ക് ബാക്കിയുണ്ട്. പരമാവധി അത് പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് നമ്മൾ ഇൻവിജിലേറ്റർമാർക്ക് കൃത്യമായി അത് പരിശോധിക്കേണ്ടി വരും. അപ്പോ പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക, അത് പ്രിന്റ് എടുത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇരിട്ടിയിലുള്ളവർക്ക് എവിടെ എക്സാം നടക്കുക എന്ന് ചോദിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ദാറുൽ ബിർ പുഞ്ചക്കാട് പയ്യന്നൂർ ഭാഗത്ത് എക്സാം ഉണ്ട്. ഇനി വയനാടാണെങ്കിൽ ശംസുലുലമ ഇസ്ലാമിക് അക്കാദമി വെങ്ങപ്പള്ളിയിൽ ആൺകുട്ടികൾക്കും അതുപോലെ SU വനിതാ കോളേജ് ബത്തേരിയിലുള്ള SU വനിതാ കോളേജിൽ പെൺകുട്ടികൾക്കും സൗകര്യമുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ ആൺകുട്ടികൾക്ക് സുപ്രഭാതം ഓഡിറ്റോറിയത്തിലും പെൺകുട്ടികൾക്ക് വരക്കൽ മക്കാം അൽബിറിന്റെ ഹെഡ് ഓഫീസിലും എക്സാം സെന്ററുകൾ ഉണ്ട്. നിങ്ങൾക്ക് സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അതുമായി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എക്സാം പകുതിയാകുമ്പോഴേക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഫെയിൽ ആയാൽ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല, അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം നമ്മളെ ഇൻവിജിലേറ്റർമാർ അവിടെ ഉണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ വന്നാൽ നമ്മൾ അത് നോട്ട് ചെയ്യാനും അത് പരിഹരിക്കാനൊക്കെ അവിടെ ആളുകളുണ്ട് എന്നാണ്. അതെ, നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും. അതെ, നിങ്ങൾ സ്ഥാപനങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൊമേഴ്സ് ഉള്ള സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഉള്ള സ്ഥാപനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എക്സാം സെന്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രോസ്പെക്ടസ് ഉണ്ടാകും. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഏതൊക്കെ സ്ഥാപനങ്ങളിൽ കൊമേഴ്സ് ഉണ്ട്, ഏതിലൊക്കെ ഹ്യൂമാനിറ്റീസ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ആ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ലൈഫിന്റെ ഒരു എക്സാം മുമ്പ് ചെയ്തിരുന്നു. അവിടേക്ക് ഒരു റിട്ടേൺ എക്സാം ആൻഡ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ക്യാമ്പസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഒന്നിൽ എക്സാം കഴിഞ്ഞ് പോയാൽ മതിയോ? അതെ, ഈ ഒരു വിഷയം നിങ്ങൾ ഒന്ന് നൽകിയാൽ മതി. നിങ്ങൾ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അന്നൊരു നീറ്റ് എക്സാം അറ്റൻഡ് ചെയ്യാനുണ്ടോ എന്നുള്ള വിഷയം അവർക്ക് കൈമാറുക എന്നുള്ളതാണ്. SSLC മാർക്ക് എങ്ങനെയാണ് SNIC എക്സാമിനെ ബാധിക്കുന്നത്? SSLCയിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അതൊന്നും സ്നീറ്റിനെ ബാധിക്കില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്നീറ്റിലെ എത്ര മാർക്കാണോ ലഭിക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ ഉൾപ്പെടുന്നത്. അപ്ലിക്കേഷൻ ഫോം അല്ല, ഹാൾ ടിക്കറ്റ് ആണ് പ്രിന്റ് എടുക്കേണ്ടത്. നിലവിൽ ഹാൾ ടിക്കറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സാം മോഡൽ ക്വസ്റ്റ്യൻസ് ഒരു ഡെമോ എക്സാം ചെയ്ത് നമ്മൾ SNIC അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ലിങ്കും അവർ ഷെയർ ചെയ്ത് തരും. ഓക്കെ, ഓരോ സ്ഥലങ്ങളിലുള്ള എക്സാം സെന്ററുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള അറിയിപ്പ് വരും. SNIC അപ്ഡേറ്റ്സ് ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. അതല്ലെങ്കിൽ SNIC അപ്ഡേറ്റ്സ് വാട്സ്ആപ്പ് ചാനൽ ചെക്ക് ചെയ്താൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകും. നാളത്തെ സുപ്രഭാതം പത്രത്തിലെ ജനറൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സാം സെന്ററുകൾ ഓരോ സ്റ്റേറ്റ്സിലുള്ള ഓരോ ജില്ലകളിലും അതുപോലെ GCCയിലും അതുപോലെ ആൻഡമാനിലും കന്യാകുമാരി, തമിഴ്നാട്, കർണാടക തുടങ്ങി വിവിധ സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള എക്സാം സെന്ററുകളെ കുറിച്ചുള്ള കൃത്യമായ വിവരം നൽകും. കമ്പ്യൂട്ടർ സയൻസ് നിലവിലില്ല. ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് തന്നെയാണ് വരുന്നത്. സയൻസ് ഇപ്പോൾ പഠിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. സയൻസ് നിങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്ന് ഒരു ആവർത്തി വായിച്ചിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, ഇൻഷാല്ല. JEE കോച്ചിങ് ഇല്ലേ? നമ്മൾ നീറ്റ് കോച്ചിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് എങ്കിലും JEE കോച്ചിങ്ങിനും അവസരമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നീറ്റ് കോച്ചിങ്ങിലാണ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത്. ശരിയാ സ്ട്രീമിലുള്ളവർക്ക് SSLC ബുക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമോ? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ ചോദ്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിക്കണം. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചോദ്യങ്ങളൊക്കെ ഏകദേശം പിന്നെയും ആവർത്തിച്ചാണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. കൂടുതൽ സംശയങ്ങളുടെയൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞതുപോലെ വളരെ ലളിതമായ രീതിയിലാണ് പരീക്ഷ നടക്കുക. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ ഓഫീസിലെ ഹെൽപ്പ് ലൈൻ നമ്പറുമായി ബന്ധപ്പെട്ടാൽ അവിടെ നിന്ന് മറുപടി ലഭിക്കുന്നതാണ്. നമ്മൾ പരമാവധി ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ എല്ലാവരോടും അവസാനമായി പറയാനുള്ളത്, ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പായിരിക്കും SNICയിലുള്ള ഈ ഒരു സ്ട്രീമിലേക്കുള്ള പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് നിങ്ങൾക്കുള്ള അഡ്മിഷനും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പായിരിക്കും. നമ്മൾ കൂടുതൽ വാഗ്ദാനങ്ങൾ, കൂടുതൽ വീരവാദങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് SNICയുടെ പ്രോസ്പെക്ടസ് നമ്മുടെ SNICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് നേടാം. ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്ട്രീമിലേക്ക് ജോയിൻ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള ഒരു പഠനവും ഒരു പഠനാനന്തര ജീവിതവും ഒക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മൾ പരമാവധി വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറി എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, ചിലർ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഭക്ഷണങ്ങളൊക്കെ നമ്മൾ സ്വയം തന്നെ കാണുക. പരീക്ഷാ സെന്ററുകളിൽ ഭക്ഷണത്തിനും മറ്റൊക്കെ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഒരു റീഫ്രഷ്മെന്റിന് ചായയോ വെള്ളമോ ഒക്കെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അതുപോലെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാകുമോ? നിങ്ങൾ പരീക്ഷ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളിപ്പോ ഒന്നെങ്കിൽ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ തമിഴ് ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ലെങ്കിൽ കന്നഡ ആൻഡ് ഇംഗ്ലീഷ് ആയിരിക്കും. നിങ്ങൾ അപേക്ഷ സമയത്ത് ഏത് ഭാഷയാണോ സെലക്ട് ചെയ്തതെങ്കിൽ ആ ഭാഷയിലായിരിക്കും ചോദ്യങ്ങൾ വരിക. അപ്പോൾ മലയാളം സെലക്ട് ചെയ്തവർക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ കാണാവുന്നതാണ്. അവർക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അത് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മൾ പരമാവധി വിഷയങ്ങളൊക്കെ സംസാരിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നന്നായി പഠിക്കാനും നന്നായി വിജയിക്കാനും നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രീമുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനും ഒക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല ബുദ്ധിശക്തിയും നല്ല ഓർമ്മശക്തിയും ഒക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷ വളരെ മനോഹരമായി അറ്റൻഡ് ചെയ്യാനും സന്തോഷത്തോടെ തന്നെ പരീക്ഷാ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഉപ്പയോടൊക്കെ പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് പറയാനും അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥാപനത്തിൽ തന്നെ അഡ്മിഷൻ ലഭിക്കാനും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇൻഷാ അള്ളാ SNEC നിലവിൽ SNECയിലെ വിദ്യാർത്ഥികളുമായൊക്കെ നിങ്ങൾ ബന്ധപ്പെട്ട് അവർക്ക് വന്ന ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. എങ്കിലും നിങ്ങൾ ആശങ്കപ്പെടേണ്ട, നമ്മൾ ആദ്യം മുതലേ പറയുന്ന വിഷയമാണ്, ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല. നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ മാത്രമായിരിക്കും നിങ്ങളോട് ചോദിക്കുക. ശരിയുത്തരം മാത്രം സെലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും നിങ്ങൾ പരീക്ഷ എഴുതുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ആശങ്കക്കും ഒരു അവസരമില്ല എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഉണർത്തുകയാണ്. ഈ ഒരു സെഷനിൽ ഒരുപാട് വിദ്യാർത്ഥികൾ പങ്കെടുത്തു. എല്ലാവർക്കും, എന്നെ വീക്ഷിച്ചതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിയത് സനായി അലുമിനിയാണ്. അവരോട് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹവും കടപ്പാടും ഒക്കെ രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ്. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പരിപാടി അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഉസ്താദ് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ SNECയുടെ ഓഫീസ് നമ്പറുമായിട്ട് കാര്യങ്ങൾ ബന്ധപ്പെടുക. ഈ വരുന്ന മെയ് 1-ാം തീയതിയാണ് നമ്മുടെ എൻട്രൻസ് എക്സാം നടക്കുന്നത്.